Good morning to all. Today we discussed about stages of research design. In every process there has a several stages. In every process starts with the selection of the problem or identification of the problem. What is the selection of the problem? The selection of the problem is the initial stage of every process. In this research process, the selection of the problem is first we formulate the business problem or research problem. Then it converted into the research problem. സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു റിസർച്ച് ഡിസൈൻ്റെയും ഫസ്റ്റ് സ്റ്റേജാണ് സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം. അതായത് നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബിസിനസ് റിസർച്ചാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ബിസിനസ് റിസർച്ചിനെ നമ്മൾ നമ്മുടെ റിസർച്ച് പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ റിസർച്ച് പ്രോബ്ലമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതായത് ഒരു പ്രോബ്ലം എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിസർച്ച് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജാണ് റിസർച്ച് പ്രോസസ്സിൻ്റെ. അതേപോലെ തന്നെ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ റിസർച്ച് ഡിസൈൻ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂഷ്യൽ സ്റ്റേജാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ടു ഗെയിൻ എ ന്യൂ നോളജ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. അതാണ് സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹെഡിങ്ങിൽ തന്നെയുണ്ട് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചേഴ്സ് നമ്മൾ റിവ്യൂ ചെയ്യുക. നമ്മളൊരു പ്രോബ്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ലിറ്ററേച്ചറും എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ലിറ്ററേച്ചറും സ്റ്റഡി ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റഡി ചെയ്യാനെടുത്തു. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് മുൻപ് ഒരുപാട് പേര് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവർ നടത്തിയ റിസർച്ചൊക്കെ നമുക്കൊരു ഗൈഡ് ലൈനായിട്ട് എടുക്കാൻ പറ്റും. അതാണ് റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. അപ്പോൾ ഈ നമ്മൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറൊക്കെ റിവ്യൂ ചെയ്യുന്നത് വഴി നമുക്ക് നല്ല രീതിയിൽ റിസർച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരാൾ മുന്നേ ചെയ്ത് നമ്മളൊന്ന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കുറച്ചും കൂടി നോളജ് കിട്ടും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ റിസർച്ച് വർക്ക് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒരു നോളജ് നമ്മൾക്ക് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദ റെലവൻറ്റ് മെറ്റീരിയൽസ് കണക്റ്റഡ് വിത്ത് ദ സെലക്റ്റഡ് പ്രോബ്ലം ആർ ടു ബി റിവ്യൂഡ്. അതായത് നമ്മുടെ പ്രോബ്ലമായിട്ട് സെലക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ റിവ്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ റിവ്യൂ ദ റിസർച്ചർ വിൽ ഗെറ്റ് ആൻ ഇൻസൈറ്റ് ടു ദ പ്രോബ്ലം. ഇറ്റ് വിൽ ഹെൽപ്പ് കറക്റ്റ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ റിവ്യൂ ദ റിസർച്ചർ വിൽ ഗെറ്റ് ദ ഇൻസൈറ്റ് ടു ദ പ്രോബ്ലം. അതായത് റിസർച്ചർക്ക് നമ്മുടെ പ്രോബ്ലത്തെക്കുറിച്ചൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ നോളജ് കിട്ടാണ് ചെയ്യുന്നത്. ഈ നോളജ് കിട്ടുന്നത് വഴി എന്താ? റിസർച്ചർക്ക് ഒരു കറക്റ്റ് പ്ലാനിൽ കൂടെ നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് സോഴ്സ് ഓഫ് ദ ഇൻഫോർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. ഏതൊക്കെ സോഴ്സ് വഴിയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ യൂട്ടിലൈസ് ചെയ്യാം. അതാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. അതായത് നമുക്ക് മെയിൻലി 3 സോഴ്സസാണ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളത്. അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഏതൊക്കെ സോഴ്സസ് ആണുള്ളത്? ഡോക്യുമെൻ്ററി സോഴ്സസ് ഉണ്ട്, പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സ് ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഈ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഡോക്യുമെൻ്ററി വഴി. അപ്പോൾ അത് കളക്ട് ചെയ്യുന്നത് പറയുന്നതാണ് ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ജേർണൽസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റ്, അങ്ങനെ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുവഴി നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അതാണ് പബ്ലിഷ്ഡ് സോഴ്സസിൽ വരുന്നത്. അൺപബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസർച്ച് വർക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതിനെയാണ് അൺപബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്: ഡോക്യുമെൻ്ററി സോഴ്സ്, പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സ്. ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെൻ്ററി ആയിട്ട് നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പബ്ലിഷ്ഡ് മീൻസ് ദ കളക്റ്റഡ് ഇൻഫർമേഷൻ ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ലൈക്ക് ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. അതൊക്കെ വരാം. അൺപബ്ലിഷ്ഡ് മീൻസ് ഇറ്റ് ഈസ് ദ ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബി
പബ്ലിഷ്ഡ്. അതാണ് അൺപബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നതാണ് നേച്ചർ ഓഫ് ദ സ്റ്റഡി. നേച്ചർ ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സ്റ്റഡിയുടെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത്, നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റഡി ഏതായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഏത് നേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നേച്ചർ ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ നോക്കേണ്ടത്. നേച്ചർ ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ അസേർട്ടൈൻ ചെയ്യുന്നത് വെദർ ദ സ്റ്റഡി ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓർ കമ്പാരിറ്റീവ് ഓർ എക്സ്പെരിമെൻ്റൽ ഓർ കോമ്പിനേഷൻ ഓഫ് ഓൾ. അതിൻ്റെ അത് പറയുന്നത് നമ്മുടെ സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണോ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ആണോ, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ നേച്ചർ ഓഫ് ദ സ്റ്റഡിയിൽ നോക്കുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് ദ സ്റ്റഡി മെയിനായിട്ട് 4 ടൈപ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണോ എന്ന് നോക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി ആണോ എന്ന് നോക്കാം. അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി ആണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എബോവ് 3, ഈ 3 മുകളിൽ പറഞ്ഞ നമ്മളെ ഈ 3 കോമ്പിനേഷൻ ആണോ എന്ന് നോക്കാം. അതാണ് നേച്ചർ ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റിസർച്ച് പ്രോബ്ലം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അത് എന്ത് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കണേ എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നേച്ചർ ഓഫ് ദ സ്റ്റഡിയിൽ പറയുന്നത്. നെക്സ്റ്റ് 5th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. കറക്റ്റായിട്ടുള്ളൊരു നമ്മളൊരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കണം നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഇസ് ദ ക്ലിയർ ടേംസ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിട്ടുള്ള ടേംസിലായിരിക്കണം. അതായത് കറക്റ്റ് നമ്മൾ എന്താണോ റിസർച്ച് ചെയ്യുന്നത്, എന്താണോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The objective may be differ from the nature of the study and it may be gather descriptive or explanatory data. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ നേച്ചർ ഓഫ് ദ സ്റ്റഡീനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഇരിക്കുന്നത്. നമ്മുടെ നേച്ചർ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നേച്ചർ ഓഫ് ദ സ്റ്റഡീനായിരിക്കും. അപ്പോൾ നമ്മളൊരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ റിസർച്ചാണ് നടത്തുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല ചിലപ്പോൾ മാർക്കറ്റിങ്ങിന് വരാം. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ നേച്ചർ അനുസരിച്ച്, നമ്മുടെ ടോപ്പിക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? കറക്റ്റ് ആൻഡ് ക്ലിയർ ടേംസിലായിരിക്കും. ഇതും ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവും ആവാം, അതേപോലെ തന്നെ എക്സ്പ്ലനേറ്ററി ഡാറ്റാസും ആവാം. അപ്പോൾ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ഇതാണ്, നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആൻഡ് ക്ലിയർ ടേംസിലായിരിക്കണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക? നമ്മുടെ നേച്ചർ ഓഫ് ദ സ്റ്റഡീനെ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് ഓഫ് ദ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കുക. നമ്മൾ ഏതൊരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മുടെ മെയിൻ എയിം എന്തിട്ടാണ്? ടു അച്ചീവ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ് ഓർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന എയിം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഒരു റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഏതൊക്കെ ഏരിയനെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയനെ ആയിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതാണ് ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡിൽ പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ ബൗണ്ടറീസിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ റിസർച്ച് ഡിസൈൻ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദ ഫിസിക്കൽ ബൗണ്ടറീസ് ഓഫ് ദ ഏരിയ ടു ബി കവേർഡ് ഫോർ ദ സ്റ്റഡി ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ റിസർച്ച് ഡിസൈൻ. നമ്മൾ ഏത് ഏരിയ, ഇപ്പം നിങ്ങൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ, ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂ ആണ് നിങ്ങൾ എടുക്കണേന്ന് വയ്ക്കുക. കൊറോണ അഫക്റ്റഡ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ എടുക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ റിസർച്ച് ഡിസൈനിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്, കേരള സ്റ്റേറ്റിലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതാണ് ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡിൽ പറയുന്നത്. ഏത് ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം.
നെക്സ്റ്റ് 7th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി. ദാറ്റ് മീൻസ് നമ്മുടെ പ്രോബ്ലം റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യോ കൾച്ചറൽ പാറ്റേൺസ് നമ്മൾ അസേർട്ടൈൻ ചെയ്യണം. അതായത് ആ പീപ്പിൾസിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അസേർട്ടൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡിയിൽ പറയുന്നത്. ദ പ്രോബ്ലം ഈസ് റിലേറ്റഡ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്. ദ സോഷ്യൽ കൾച്ചറൽ പാറ്റേൺ ഓഫ് ദ പീപ്പിൾ ഈസ് ടു ബി അസേർട്ടൈൻഡ്. അതായത് പീപ്പിൾസിൻ്റെ സോഷ്യോ കൾച്ചറൽ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് മസ്റ്റായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അസേർട്ടൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പീരീഡ് ഓഫ് സ്റ്റഡി. പീരീഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മൾ ആ റിസർച്ച് പ്രോബ്ലം കണ്ടക്ട് ചെയ്യുമ്പോൾ ഏത് പീരീഡിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ദ പീരീഡ് ഓഫ് സ്റ്റഡി ഈസ് ടു ബി അസേർട്ടൈൻ ഇൻ ദ കേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ എക്സ്പ്ലോർ ദ പ്രോബ്ലംസ് ഈസിലി. അതായത് നമ്മൾ പീരീഡ് ഓഫ് ദ സ്റ്റഡി നമ്മൾ മെയിൻലി അസേർട്ടൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിക്ക്, അതായത് ഹിസ്റ്റോറിക്കൽ ബേസ് ആയിട്ടുള്ള ഡാറ്റാസാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പീരീഡിലെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു 2018 പ്രളയം വന്നതൊക്കെ, അപ്പോൾ ആ സമയത്തെ ഡാറ്റാസാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിൽ ഡിസൈനിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ 2018 ഫ്ലഡാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി പറഞ്ഞിരിക്കുക. അതാണ് പീരീഡ് ഓഫ് സ്റ്റഡിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ. ബേസിസ് ഓഫ് സെലക്ടിങ് ദ ഡാറ്റയിൽ പറയുന്നത് ദ ബേസിസ് ഓഫ് സെലക്ടിങ് ഡാറ്റ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ആൻഡ് കോസ്റ്റ് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ബേസിസ് ഓഫ് ദ സെലക്ടിങ് ഡാറ്റയിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമും കോസ്റ്റ് ഫാക്ടേഴ്സും ഒക്കെയാണ് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ ദ സെലക്റ്റഡ് സാമ്പിൾ മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിവേഴ്സ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്തായിരിക്കണം, യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഉള്ളതായിരിക്കണം. അപ്പോൾ ബേസിസ് ഓഫ് സെലക്ടിങ് ഡാറ്റ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ്. ദ സെലക്റ്റഡ് ഡാറ്റ മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി. ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് കേസസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കണേന്നുള്ളത്, നമ്മുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ നമ്മൾ എത്ര സൈസാണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കണേന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. അതാണ് പറയുന്നത് ടു മേക്ക് ക്ലിയർ ദ നമ്പർ ഓഫ് കേസസ് ടു ബി സ്റ്റഡീഡ്. നമ്മൾ എത്ര കേസസ് ആണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കണേന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ പറയാം നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സ്റ്റഡി ഷുഡ് ബി മെൻഷൻഡ് വെരി ക്ലിയർലി ഇൻ റിസർച്ച് ഡിസൈൻ. നമ്മുടെ പ്രപ്പോസ്ഡ് സ്റ്റഡിയിൽ ഉണ്ടാവാൻ പോകുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡിയിൽ പറയാം നമ്മൾ എത്ര കേസസ് ആണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് കേസസ് ഷുഡ് ബി മെൻഷൻഡ് ആൻഡ് ഓൾസോ മെൻഷൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡി എത്രയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് 11th പോയിൻ്റാണ് ടെക്നിക്ക് ഓഫ് ദ സ്റ്റഡി. ടെക്നിക്ക് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോഴായാലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കായിരിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ദ സ്യൂട്ടബിൾ ടെക്നിക്ക് ഈസ് ടു ബി ഡിസൈഡഡ് ഫോർ ദ കളക്ടിങ് ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് മെയിൻലി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതാണെന്ന് നോക്കാം. അതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ നടത്തണോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ വഴി നടത്തണോ, എക്സ്പെരിമെൻറ്റ് നടത്തണോ, ഷെഡ്യൂൾസ്, ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. റിസർച്ചർ ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യുക നമ്മുടെ റിസർച്ചായിട്ട് ഏതാണോ കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് കറക്റ്റ് ഡാറ്റാസാണ് കിട്ടാൻ നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ നടത്താം. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രഷ് ഡാറ്റ ആൻഡ് കറക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴി നടത്തുന്നത്. അല്ല നിങ്ങൾക്ക് ബൾക്ക് ഓഫ് ഇൻഫോർമേഷൻ വേരിയസ് പീപ്പിൾസിൻ്റെ നിന്നാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റിനെയേഴ്സ് അവർക്ക് സെൻഡ് ചെയ്യാം. ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്വസ്റ്റിനെയർ നടത്താം.
ഇപ്പോൾ ഒബ്സർവേഷനാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ മാനറിസം, ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ ആളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പ്രൊഡക്റ്റിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ എന്നുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത് ടെക്നിക്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതിനോടാണോ കൂടുതൽ അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത് തോന്നുന്നത് ആ ഡാറ്റാസ് അല്ലെങ്കിൽ ആ ടെക്നിക്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ടെക്നിക്സ് മേ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി. ടെക്നിക്സ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി ഓർ ടോപ്പിക് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ടെക്നിക്സ് എപ്പോഴും നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് റിസർച്ച് ഡിസൈൻ ഈസ് ദ കൺട്രോൾ ഓഫ് ദ എറേഴ്സ്. കൺട്രോൾ ഓഫ് ദ എറേഴ്സിൽ പറയുന്നത് ഇറ്റ് അപ്ലൈഡ് ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. കൺട്രോൾ ഓഫ് എറേഴ്സും നമ്മൾ മെയിൻലി അപ്ലൈ ചെയ്യേണ്ടത് എന്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലാണ്. അതായത് എക്സ്പെരിമെൻ്റ് നടത്തി കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ എക്സ്പെരിമെൻ്റ് കറക്റ്റ് ആയിരുന്നു അല്ലയോ, റോങ് ഓർ റൈറ്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോഴാണ്. അപ്പോൾ അതാണ് കൺട്രോൾ ഓഫ് എറേഴ്സിൽ പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി അപ്ലൈഡ് ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. ദ എക്സ്പെരിമെൻറ്റേഷൻ ഷുഡ് ബി കൺസിഡർ ദ വാരിയബിൾസ് വിച്ച് ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഗീവൺ സിറ്റുവേഷൻ. അതായത് എക്സ്പെരിമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തിലായിരിക്കും, വാരിയബിൾസിനായിരിക്കും. ദാറ്റ് മീൻസ് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, എക്സ്ട്രാ ആർ വി ആർ കൺസിഡേർഡ് ആൻഡ് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ ഗീവൺ സിറ്റുവേഷൻ. അതായത് നമ്മളൊരു ഗീവൺ സിറ്റുവേഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ വാരിയബിൾസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് കൺട്രോൾ ഓഫ് എറേഴ്സിൽ പറയുന്നത് ഇറ്റ് മെയിൻലി അപ്ലൈഡ് ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. ദ എക്സ്പെരിമെൻറ്റേഷൻ ഷുഡ് ബി കൺസിഡർ ദ വാരിയബിൾസ് വിച്ച് ആർ ഓപ്പറേറ്റിംഗ് in a given situation. These are the 12 stages of research design. In every research design follow these 12 steps. First one is the selection of the problem. Second is review of existing literature. Third is source of the information to be utilized. And fourth point is nature of the study. Fifth is objective of the study. And sixth also the geographical area to be covered. Seventh point is socio-cultural context of the study. 8th point is period of the study. 9th is dimension of the study. 10th point is basis for the selecting the data. 11th point technique of the study. And last point is the control of errors. These are the main stages of research design. I believe you are understand each topics. Today's section is ended. Thank you.